റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. അല്ലെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോൺസ്റ്റിറ്റ്യൂഷൻ റീച്ച് ചെയ്യുക. എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ റീച്ച് ചെയ്യുക? പാർട്ട്ണർഷിപ്പ് ഡീഡ് പുതുക്കുക. പാർട്ട്ണർഷിപ്പ് ഡീഡ് പുതുക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ പഴയത് ക്ലോസ് ആയി ഇനി പുതിയ രീതിയിലായിരിക്കണം, പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞ പോലെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? റൺ ചെയ്യേണ്ടത്. അത് പുതുക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? റണ്ണിങ് മാത്രമല്ല, അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ചസ് വരുത്തിയിരിക്കണം. ഇനി നെക്സ്റ്റ് ആണ്, പറഞ്ഞിട്ടായിരുന്നു ഏതൊക്കെ ഒക്കേഷൻസ് ഓർ സിറ്റുവേഷൻസിലാണ് നമുക്ക് ആ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത്. നമ്പർ 1 ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, നമ്പർ 2 അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, നമ്പർ 3 റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, നമ്പർ 4 ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഒരു ആള് കയറി വരിക, ഒരാൾ എന്ത് ചെയ്യാണ്? കയറി വരിക. ഒരാൾ കയറി വരുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ഇതുവരെ ഉള്ളത് പോലെയല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഭാവിയിൽ കിട്ടാനുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അയാൾക്കും കൂടി എന്ത് ചെയ്യണം? കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യും? പ്രോഫിറ്റ് കുറയും. പുതിയ പാർട്ട്ണറിന് എന്ത് ചെയ്യണം? അതിൻ്റെ ഷെയർ കൊടുക്കണം. അപ്പോൾ ഒരാൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യും? മാറും. ഒരാൾ പുതിയതായിട്ട് കയറി വരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറും. അപ്പോൾ ഇനി പഴയ ആൾക്കാർക്ക് കുറച്ച് കിട്ടുള്ളൂ, പുതിയ ആൾക്കാർക്ക് എന്താണ്? എക്സസ് അല്ലേ? നമുക്ക് നോക്കാം. നമ്മളൊരു എ എന്നുള്ളൊരു വ്യക്തി സപ്പോസ് അല്ലേ, എപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്ന ടേമാണ് എ ബി. തൽക്കാലം ഒഴിവാക്കിയിട്ട് മോഹനും കുമാറും രാജൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ് സുൽഫി. ഓക്കെ, സുൽഫി അതേപോലെ തന്നെ ഫാത്തിമ, രണ്ടാൾക്കാർ. സുൽഫിയും ഫാത്തിമയും ടൈപ്പിട്ടു. ടൈപ്പിട്ടത് ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കാനാണ്. ആ ഡയറി മിൽക്കിൽ 5 പീസാണ് സപ്പോസ് ഉണ്ടാവുക. 1 2 3 4 and 5 പീസസ്. അപ്പോൾ സുൽഫിയും ഫാത്തിമയും കൂടി തീരുമാനിച്ചു 3 രൂപ സുൽഫി ഇടാം, 2 രൂപ ആരിടാം? ഫാത്തിമ ഇടാം. അങ്ങനെ 5 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിക്കാം. 3 പീസ് സുൽഫി എടുക്കും, 2 പീസ് ആരെടുക്കും? ഫാത്തിമ എടുക്കും. അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് കയറി ചെന്നപ്പോഴാണ് നമ്മളുടെ ഫാത്തിമയുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരാളുണ്ട് അവിടെ, നിബു. ആരാണ്? നിബു. ഈ നിബു നേരെ കയറി വന്നു അവിടെ ചോദിച്ചു, ഫാത്തിമ എന്താ നീ സുൽഫിയും തമ്മിൽ പരിപാടി? ഫാത്തിമ പറഞ്ഞു നിബുവിനോട്, ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അവന് 3 രൂപ ഇടും, ഞാൻ 2 രൂപ ഇടും. 3 പീസ് അവനെടുക്കും, 2 പീസ് ഞാൻ എടുക്കും. നിബു പറഞ്ഞു, അങ്ങനെ എനിക്കും വേണം എന്ത്? ഡയറി മിൽക്കിൻ്റെ ഒരു പീസ്. ഞാനും എന്ത് ചെയ്യാണ്? ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡയറി മിൽക്കിൻ്റെ പീസ് എനിക്കും കിട്ടാൻ. ഫാത്തിമ പറഞ്ഞു, എനിക്കാകെ 2 പീസേ ഉള്ളൂ, നീ വേണമെങ്കിൽ സുൽഫിനോട് ചോദിച്ചോ. നിബു പറഞ്ഞു, സുൽഫിയോ എനിക്കൊരു പീസ് കൊണ്ട. സുൽഫി പറഞ്ഞു, ഓക്കെ തരാം, നിനക്കൊരു പീസ് എന്ത് ചെയ്ത് തരാം? ഞാൻ തരാം. ഓക്കെ, അങ്ങനെ 1 പീസ് ആർക്ക് കൊടുത്തു? സുൽഫി നമ്മളെ നിബുവിന് കൊടുത്തു. 1 പീസ് ആർക്ക് കൊടുത്തു? നിബുവിന് കൊടുത്തു. നിബുവിന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇനി ഈ 3:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി പുതിയ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ? 5 പീസ് ഉണ്ട്, 1 2 3 4 5. ഇതിൽ 2 പീസ് ആരെടുക്കും? സുൽഫി എടുക്കും. പിന്നെ 2 പീസ് ആരെടുക്കും? ഫാത്തിമ എടുക്കും. ആൻഡ് 1 പീസ് ആരെടുക്കും? നമ്മളുടെ നിബു എടുക്കും. ഓക്കെ, പക്ഷെ നിബുവിന് 1 പീസ് വെറുതെ കൊടുക്കുമോ സുൽഫി? ഇല്ല. നിബു ഇതിലേക്ക് എന്ത് കൊണ്ടുവരണം? ഫണ്ട് ഇടണം അല്ലേ? 1 രൂപ ഫണ്ട് ഇടും. അപ്പം എന്നെ ഇവിടെ നോക്കിയ 1 രൂപ ഫണ്ട് നിബു ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സുൽഫി 3 രൂപ ഇട്ടു, പിന്നെ ഫാത്തിമ 2 രൂപ ഇട്ടു, 1 രൂപ നമ്മുടെ ആരും ഇട്ടു? നിബു ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ എത്രയായി? 6 റുപ്യ. ഡയറി മിൽക്കിന് ആകെ എത്ര രൂപയുള്ളൂ? 5 റുപ്യുള്ളൂ. ഡയറി മിൽക്കിന് ആകെ എത്ര രൂപയുള്ളൂ? 5 റുപ്യുള്ളൂ. അപ്പോൾ ബാക്കി 1 രൂപയുണ്ട്. ഇത് അവർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല.
ഇതാർക്ക് അവകാശപ്പെട്ടാണ്? സുൽഫിക്ക് അവകാശപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് ഈ 1 റുപ്പി സുൽഫിക്ക് അവകാശപ്പെട്ട്? കാരണം സുൽഫി 3 രൂപ കൊടുത്തിട്ടുണ്ട്, 2 രൂപ 2 പീസേ കിട്ടണുള്ളൂ. അപ്പൊ ശരിക്കും സുൽഫി എത്ര കൊടുത്താൽ മതി? 2. അപ്പൊ സുൽഫിനെ വിളിക്കുന്ന പേരാണ് സാക്രിഫൈസിങ് പാർട്ട്ണർ. എന്താ വിളിക്കുന്ന പേര്? സാക്രിഫൈസിങ് പാർട്ട്ണർ. നിബുവിന് വെറുതെ കിട്ടിയല്ലോ, 1 എക്സ്ട്രാ കിട്ടിയാണ്. അപ്പൊ നിബുവിന് ഇതുവരെ 0 ആയിരുന്നു, ഇപ്പൊ 1 കിട്ടിയപ്പോ നിബുവിനെ വിളിക്കുന്ന പേരാണ് ഗെയിനിങ് പാർട്ട്ണർ. നിബുവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗെയിനിങ് പാർട്ട്ണർ. അപ്പൊ ഈ 1 രൂപ ആരാർക്ക് കൊടുക്കും? ഫാത്തിമാക്ക് ഇതിൽ ഗെയിനിങ്ങും ഇല്ല സാക്രിഫൈസിങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ 1 രൂപ ആർക്കുള്ളതാണ്? ഗെയിനിങ് പാർട്ട്ണർ ആയിട്ടുള്ള നിബു സാക്രിഫൈസിങ് പാർട്ട്ണർ ആയിട്ടുള്ള സുൽഫിക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ പൈസയുടെ കണക്കൊക്കെ വന്നില്ലേ? അപ്പൊ ഇത് ടോട്ടലി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ അക്കൗണ്ടൻസിയിൽ എങ്ങനെ രേഖപ്പെടുത്തും എന്നുള്ളത് എന്ത് ചെയ്യണം? നമുക്ക് നോക്കണം. അതാണ് ഇനി ഇവിടെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പില് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ത്? ഒരാൾ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിലെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യണം? റെഡിയാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അക്കൗണ്ട്സ് ചെയ്യുന്നത്. ഇനി ഇതിലൊരു കാര്യം കൂടി, നമ്മൾ ഇതിന്റെ അക്കൗണ്ട്സ് നമ്മൾ പഠിക്കാം. അക്കൗണ്ട്സിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം കയറി വരാൻ പറ്റുമോ? ഇല്ല. ആർക്കെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം കയറി വരാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നിബു വന്നു, സുൽഫി പറഞ്ഞു ഓക്കെ ഒരു പീസ് തരാം. അങ്ങനെ പെട്ടെന്ന് സുൽഫിന്റെ വാക്ക് കേട്ടിട്ട് ഒരു പീസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പാർട്ട്ണർഷിപ്പ് ആക്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്ത്? പാർട്ട്ണർഷിപ്പ് ആക്ട് ഒരു കാര്യം പറയുന്നുണ്ട്. സോറി, ഷിപ്പ് ആക്ട് 1932 ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നു. ഒരു പാർട്ട്ണറിനെ എൻട്രി ചെയ്യിപ്പിക്കണമെങ്കിൽ സുൽഫി മാത്രം അക്സെപ്റ്റ് ചെയ്താൽ പോരാ, ഫാത്തിമയും കൂടിയും എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സുൽഫി മാത്രം അക്സെപ്റ്റ് ചെയ്താൽ പോരാ, ഫാത്തിമയും കൂടിയും അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഫാത്തിമ പറയണ പറ്റൂല, സുൽഫി പറഞ്ഞു കയറിക്കോ ഞാൻ തരാം, പക്ഷെ ഫാത്തിമ പറഞ്ഞു പറ്റൂല. അപ്പൊ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിബുവിനെ അഡ്മിറ്റ് ചെയ്യാന് പറ്റൂല, രണ്ടാളും അംഗീകരിക്കണം. ഇറ്റ് മീൻസ് ഓൾ പാർട്ടി കൺസെന്റ് ഉണ്ടാവണം. എന്തുണ്ടാവണം? ഓൾ പാർട്ടി കൺസെന്റ്, അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ഓൾ പാർട്ട്നേഴ്സ് കൺസെന്റ് ഉണ്ടാവണം. ഓൾ പാർട്ട്നേഴ്സ് കൺസെന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പാർട്ട്ണറെ എൻട്രി ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ 10 ആൾക്കാരുള്ള പാർട്ട്ണർഷിപ്പ്, ഒരാളെ 11ാമത്തെ ഒരാളെ കയറ്റണം എന്നുണ്ടെങ്കിൽ ആ 10 ആളും അക്സെപ്റ്റ് ചെയ്യണം. 9 ആൾ അക്സെപ്റ്റ് ചെയ്തു, ഒരാൾ റിജക്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല, അയാൾ എന്ത് ചെയ്യാൻ പറ്റൂല? അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂല. അയാൾ എന്ത് ചെയ്യാൻ പറ്റൂല? അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂല. അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അംഗീകരിച്ചിരണം. അങ്ങനെ അംഗീകരിച്ചാൽ ആ പുതിയ വരുന്ന പാർട്ട്ണർ ക്യാഷ് കൊണ്ടുവരണം. ആ ക്യാഷ് കൊണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, നമ്മളെ പാർട്ട്ണർഷിപ്പ് ഡീഡ് മാറ്റണം. കാരണം ഇനി ആ ഒരു പാർട്ട്ണർക്ക് എന്ത് കൊടുക്കണം? പ്രോഫിറ്റ് ഷെയറിങ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താണ്? ഡീഡിൽ നമ്മൾ മാറ്റി വരുത്തണം. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ടോട്ടൽ അക്കൗണ്ട്സ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഒരു പാർട്ട്ണർ കയറി വന്നാൽ ഒരു കാര്യം കൂടി അയാൾക്കുണ്ട്. കാരണം ഒരു പാർട്ട്ണർ കയറി വന്നാൽ ഇനി വരുന്ന ഫ്യൂച്ചർ പ്രോഫിറ്റ് അയാൾക്ക് കിട്ടും. അയാൾക്ക് കൊടുത്തിരിക്കണം, നിർബന്ധം. ലോസ് കൊടുക്കണോ? നിർബന്ധമില്ല. ലോസ് കൊടുക്കൽ നിർബന്ധമില്ല, പക്ഷെ പ്രോഫിറ്റ് കൊടുക്കൽ അയാൾക്ക് എന്താണ്? നിർബന്ധം. സാർ ഒരു പാർട്ട്ണറെ കയറ്റിയാൽ പ്രോഫിറ്റും കൊടുക്കണം ലോസും കിട്ടില്ല, പറ്റൂല. പ്രോഫിറ്റ് കൊടുക്കൽ ഉണ്ടെങ്കിൽ, സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, സ്ഥാപനം ലോസിലാണെങ്കിലും പ്രോഫിറ്റ് കൊടുക്കണ്ട, സ്ഥാപനം പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റ് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ സ്ഥാപനം ലോസിലായാലോ ആ ലോസ് അയാൾക്ക് കൊടുക്കൽ നിർബന്ധമില്ല. ഇറ്റ് ഷുഡ് ബി ആസ് പെർ ദ അഗ്രിമെന്റ്. ഇറ്റ് ഷുഡ് ബി ആസ് പെർ ദ അഗ്രിമെന്റ്. അവിടെ അഗ്രിമെന്റ് ഉണ്ടാവണം, അയാൾക്ക് ലോസ് കൊടുക്കൂല. അങ്ങനത്തെ വിളിക്കുന്ന പേരാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്. അതാണ് എന്ത്? ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് ഷെയറിംഗ് പാർട്ട്ണർ. 2 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെ? ഓക്കെ, അതെന്താന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. എനിവേ, എന്താണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ട്ണർക്ക് 2 റൈറ്റ് ആണ് പിന്നെ ആ സ്ഥാപനത്തിലുള്ളത്.
ഒന്ന് അസറ്റ്സുകളിൽ അയാൾക്ക് റൈറ്റ് ഉണ്ട്, പിന്നെ രണ്ടാമത്തേത് പ്രോഫിറ്റ് ഷെയറിങ്ങിലും അയാൾക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. രണ്ട് റൈറ്റ് ഒരു പാർട്ട്ണർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകും. അയാൾക്ക് ഒരു ലാബിലിറ്റിയും കൂടി ഉണ്ടാവും. എന്ത്, ഇനി വരുന്ന ലോസുകളിലോ അതല്ലെങ്കിൽ ലോസ് അല്ല, ഇനി വരുന്ന സ്ഥാപനത്തിലെ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ലാബിലിറ്റി അയാൾക്ക് കയറി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. എന്താ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ? ഒരു പുതിയ ആളെ നമ്മൾ എൻ്റർ ചെയ്യിപ്പിക്കുകയാണ്. ഒരു പുതിയ ആളെ എൻ്റർ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്യും, മാറും. അത് മാറിക്കഴിഞ്ഞാൽ നമ്മളെ പഴയ പാർട്ട്ണർഷിപ്പ് ഡീഡ് ക്യാൻസലായി, പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ കൊണ്ടുവരണം. ഏത്, പഴയത് ക്യാൻസലായി പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡ് നമ്മൾ ഉണ്ടാക്കണം. അതുമാത്രമല്ല, അയാൾ കയറുമ്പോൾ അതിൻ്റെ ക്യാഷ് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തണം, അല്ലേ? മാത്രമല്ല, പുതിയത് കയറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ സാക്രിഫൈസിങ് പാർട്ട്ണറും ഉണ്ടായിരിക്കും, ഗെയിനിങ് പാർട്ട്ണറും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ എങ്ങനെ പൈസ സെറ്റിൽ ചെയ്യണം, അതിൻ്റെ അക്കൗണ്ട്സ് ആണ് ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നോക്കുക ഇതിൻ്റെ സ്റ്റെപ്പാണ്. എങ്ങനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ചെയ്യാം? ഈ സ്റ്റെപ്പ് ഓർമ്മ ഉണ്ടായാൽ മതി. ഇത് ഈ സ്റ്റെപ്പ് മൈൻഡിൽ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ചെയ്യാം. ഈ സ്റ്റെപ്പ് മൈൻഡിൽ ഓരോന്നോരോന്നും ഓർമ്മ ഉണ്ടായിരിക്കണം. നമ്പർ 1, ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് റെക്കോർഡിങ് capital contributed by new partner. Step number 1. എന്താ സ്റ്റെപ്പ് നമ്പർ 1? റെക്കോർഡിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണർ എന്താണ്, അപ്പം അയാൾ കൊണ്ടുവന്ന ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ്. നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 2, കാൽക്കുലേറ്റിംഗ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്താ സ്റ്റെപ്പ് നമ്പർ 2? കാൽക്കുലേറ്റിംഗ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഷെയറിംഗ് റേഷ്യോ. പുതിയ ഷെയർ ഉണ്ട്. കാരണം ഇവിടെ ആര് കയറി വന്നു, നിബു കയറി വന്നപ്പോൾ പഴയത് പറ്റുമോ, ഇല്ല. പുതിയതാക്കി 2:1 എന്നുള്ളതാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നമ്പർ 3, നെക്സ്റ്റ് കാൽക്കുലേറ്റിംഗ് സാക്രിഫൈസിംഗ് റേഷ്യോ. എന്താണ് കാൽക്കുലേറ്റിംഗ് സാക്രിഫൈസിംഗ് റേഷ്യോ? സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ സുൽഫിക്ക് നഷ്ടം വന്നു അല്ലേ, അപ്പോൾ സുൽഫിനെ വിളിക്കണ പേരാണ് എന്താ, സാക്രിഫൈസിംഗ് പാർട്ട്ണർ. ഇങ്ങനെ ഏതൊക്കെ പാർട്ട്നേഴ്സിനാണ് നഷ്ടം വന്നിട്ടുള്ളത്, ഇനി ഫ്യൂച്ചറിൽ നഷ്ടം വരാനുള്ളത്, അത് നമ്മളിപ്പോൾ തന്നെ എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിടണം. അതാണ് എന്ത്, കാൽക്കുലേറ്റിംഗ് സാക്രിഫൈസിംഗ് റേഷ്യോ. നമ്പർ 3, കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ ഓർ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. നമ്മൾക്കറിയാം, റിലയൻസ് MA യൂസുഫ് അലി തുടങ്ങിയ സമയത്ത് അല്ലേ, MA യൂസുഫ് അലി തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് തുടങ്ങണം. ഞാനൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എൻ്റെ പാർട്ട്ണർ ആവണോ? നിങ്ങൾക്ക് എന്നെ അറിയോ? ഇല്ല. നിങ്ങൾ എന്നെ പാർട്ട്ണർ ആക്കുമോ? ഇല്ല. നിങ്ങളാരും വരില്ല, മൈൻഡ് ചെയ്യൂല. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഭയങ്കര പ്രോഫിറ്റ് ഓർഗനൈസേഷനായി. എന്നിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സ്ഥാപനത്തിൽ പാർട്ട്ണർ ആവണോ? നിങ്ങളെല്ലാവരും പറയും യെസ്. പക്ഷെ ഞാൻ ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ആരും വന്നില്ല. എൻ്റെ കഷ്ടപ്പെട്ട് ഞാൻ പ്രോഫിറ്റിലേക്ക് അത് എത്തിച്ചപ്പോഴാണ് നിങ്ങൾ എൻ്റെ പാർട്ട്ണറായത്. അപ്പം അത്രയും കാലത്ത് എൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്.
ഞാൻ ആ സ്ഥാപനത്തിന് നല്ല പേരുണ്ടാക്കിയെടുത്തു. അതിനെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളോട് കണക്ക് ചോദിച്ചിരിക്കും. സാധാരണ പറയാറുണ്ട്, നമ്മളെ ക്ലാസ് റൂമിൽ ഫ്രണ്ട് ബെഞ്ചിലുള്ള ഒരു ബുജികളായിരിക്കും അല്ലേ, നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കും. അങ്ങനെ ഫ്രണ്ട് ഒരിക്കൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞത് മിക്കവാറും ഉടായിപ്പായിരിക്കും, പഠിക്കാത്ത ആൾക്കാർ. ഫ്രണ്ട് ബെഞ്ചിൽ പഠിക്കുന്ന ആളുകൾ അവർ കഷ്ടപ്പെട്ട് ക്ലാസ്സിന് കയറിയും ടീച്ചേഴ്സ് പറയുന്നത് കഷ്ടപ്പെട്ട് ശ്രദ്ധിക്കും. അവരൊക്കെ ലിസൺ ചെയ്ത് പഠിച്ചെടുക്കുമായിരുന്നു. ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യും, കറക്റ്റ് ടൈമിന് ക്ലാസ്സിൽ വരും, കറക്റ്റ് ടൈമിന് പോകും. പ്രിൻസിപ്പാൾ കയറി വന്നു. ബാക്കത്തെ ഒരുത്തൻ ഓടി വന്ന് ഫ്രണ്ടിൽ വന്നിട്ടിരുന്നു. ഫ്രണ്ട് ബെഞ്ചേഴ്സ് സമ്മതിക്കോ ഫ്രണ്ടിലിരിക്കാൻ? ഇല്ല. ഫ്രണ്ട് ബെഞ്ചേഴ്സ് എന്താ പറയാ, ഞങ്ങൾ അത്യാവശ്യം കഷ്ടപ്പെട്ട്, നിങ്ങൾ അവിടെ ഉടായ്പ കളിച്ചല്ലേ നടന്നതിൻ്റെ ആ സമയത്ത് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടാക്കിയതാണ് ഈ നല്ല പേര്, ഈ നല്ല പേര്. അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ ഞങ്ങളെ ഇരുത്തൂല. ബാക്ക് ബെഞ്ച് ചോദിച്ചോ, പ്ലീസ് എന്നെ ഒന്നിരുത്തി ഒരൊറ്റ തവണ പ്ലീസ്. ഫ്രണ്ട് ബെഞ്ചസ് പറയും, ഓക്കെ ഇരുത്താം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞങ്ങൾക്ക് പോകുമ്പോൾ ചെലവ് തരണം. കാരണം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ഗുഡ്വില്ലിൻ്റെ ഒരു പോർഷൻ പ്രിൻസിപ്പാൾ വരുമ്പോൾ അവനക്ക് വെറുതെ കിട്ടാണ്. അങ്ങനെ വെറുതെ കൊടുക്കാൻ നമ്മൾ റെഡി ആവോ ഫസ്റ്റ് ബെഞ്ചേഴ്സ്? ഇല്ല. എന്താ പറയാ, നീ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ചെലവ് തരണം. ബാക്ക് ബെഞ്ചർ പറഞ്ഞു ഓക്കെ. അപ്പൊ ആ ഗുഡ്വില്ലിന് വില പറഞ്ഞു, ആ ഗുഡ്വില്ലിന് വില പറഞ്ഞു. ഗുഡ്വിൽ ആക്ച്വലി ഇൻടാഞ്ചിബിൾ അസറ്റാ, നമുക്ക് തൊടാനും പറ്റൂല, കാണാനും പറ്റൂല. ഞാൻ നല്ല സ്വഭാവക്കാരനാണ്, ഇറ്റ്സ് എ ഗുഡ് വിൽ. പക്ഷെ തൊടാൻ പറ്റുമോ? ഇല്ല. കാണാൻ പറ്റുമോ? ഇല്ല. രണ്ടും ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഇവിടെ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? പൈസയിലേക്ക്. ആ തൊടാനും കാണാനും പറ്റാത്ത ഗുഡ്വില്ലിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിനെ കണക്ക് പറഞ്ഞിട്ട് തന്നെ നമ്മളത് ചോദിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. എന്താണ് റീവാലുവേഷൻ? റീവാല്യൂ, വാല്യൂവിനെ വീണ്ടും നിശ്ചയിക്കുക. എന്താണ് വാല്യൂ? ഒന്നുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് വീണ്ടും ഇടാം. ഒരു ഡ്രസ്സ്, ആ ഡ്രസ്സിന് 1000 രൂപ വില ഇട്ടിട്ടുണ്ട്, കാലായി ഒരു കൊല്ലമായിട്ട് അത് ആരും വാങ്ങിച്ചില്ല. ആ വില അവരെന്ത് ചെയ്യും, 1000 സ്ട്രൈക്ക് ഇട്ട് 800. ഇറ്റ് ഈസ് കോൾഡ് റീവാലുവേഷൻ. അപ്പൊ നമുക്കിവിടെ അറിയാം, ഞാനിങ്ങനെ നോക്കി, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, മിസ്റ്റർ സുനിലും അതേപോലെ തന്നെ മിസ്റ്റർ സത്യജിത്തും ഇവർ 2 പേരും കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 1:1 റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരൊരു ലാൻഡ് വാങ്ങിച്ചു 1,00,000 രൂപക്ക്. ആ ലാൻഡിൻ്റെ സൈഡിലൊരു യൂണിവേഴ്സിറ്റി വന്നു, നല്ല യൂണിവേഴ്സിറ്റി വന്നു. ആ ലാൻഡിന് ഇപ്പോൾ വാല്യൂ 10 കോടിയായി. എത്രയായിട്ട് മാറി? 10 കോടി. ഞാനിങ്ങനെ ആലോചിച്ചു, ആ 10 കോടിയുടെ പ്രോപ്പർട്ടി അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അങ്ങനെ വരുമോ? ഇല്ല. അവരുടെ ബാലൻസ് ഷീറ്റിൽ എത്ര എഴുതിയിട്ടുള്ളത്? ലാൻഡ് എന്ന് പറഞ്ഞിട്ട് 1 lakh. അത് 10 crore ആക്കോ? ഇല്ല. അത് ആ യൂണിവേഴ്സിറ്റി വന്നപ്പോഴുള്ള അപ്രീസിയേഷൻ സംഭവിച്ചതാണ്. അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യില്ല, അവരപ്പം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല, അത് റെക്കോർഡ് ചെയ്യൂല. കാരണം ഒരു നോർമൽ റൂൾ ഉണ്ട്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. എന്താ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ? എക്സ്പെക്റ്റഡ് ലോസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം, പക്ഷേ ഇൻകംസ് റെക്കോർഡ് ചെയ്ത്. ഇത് എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകം, കാരണം അത് വിറ്റാൽ എത്ര കിട്ടും? 10 കോടിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. നമുക്കത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? റീവാലുവേഷൻ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാം. നോർമലി അത് ചെയ്യില്ല, ഡിപ്രീസിയേഷനെ ചെയ്തിട്ട് വരും. അപ്പം ഞാൻ നോക്കിയപ്പോൾ 10 കോടിയുടെ ലാൻഡ് യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിൽ അവരുടെ കയ്യിലുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അവരുടെ പാർട്ട്ണർ ഞാനായാൽ എനിക്ക് ഫ്യൂച്ചറിൽ എനിക്ക് ആ ലാൻഡിൻ്റെ ഷെയർ കിട്ടും. അപ്പം ഞാൻ സത്യജിനോട് വല്ല പറഞ്ഞു, എന്നെ പാർട്ട്ണർ ആക്കൂ, ഞാനൊരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, എന്നെ പ്ലീസ് ഒന്ന് പാർട്ട്ണർ ആക്കുക. അപ്പം ഞാൻ അവർക്ക് ചെന്നുമ്പോൾ സത്യജിത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാർട്ട്ണർ ആക്കാം,
പക്ഷെ എനിക്ക് സുനിലിനോട് ചോദിക്കണം, കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ട്ണർ ആകാൻ പറ്റും. ഓക്കെ, നീ പോയിട്ട് സുനിലിനോട് ചോദിച്ചോ. അങ്ങനെ സുനിലിനോട് വന്നിട്ട് സത്യജിത്ത് ചോദിച്ചു, ഫർഹാൻ ഇങ്ങനെ പറയുന്നുണ്ട് പാർട്ട്ണർ ആകട്ടെ എന്ന്, അതിന് പാർട്ട്ണർ ആക്കിക്കൂടി. സുനിൽ പറഞ്ഞു പാർട്ട്ണർ ആക്കാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞങ്ങളൊരു ലാൻഡ് അവിടെ 1 ലാഖിൻ്റെ ഉണ്ട്, അത് എന്നെ ഈ 1 ലാഖിൽ ഞാൻ അങ്ങനെ പാർട്ട്ണർ ആക്കിയാൽ, ഇതിങ്ങനെ തന്നെ വെച്ചിട്ടാണ് പാർട്ട്ണർ ആക്കിയാൽ ഭാവിയിൽ ഇത് 10 കോടിക്ക് വിൽക്കുമ്പോൾ നിനക്ക് ഞങ്ങൾ ഇതിൻ്റെ നല്ലൊരു ഷെയർ തരേണ്ടി വരും. അതുകൊണ്ട് ഈ 1 ലാഖിന് ആദ്യം ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, റീവാല്യൂ ചെയ്തിട്ട് 10 കോടി ആക്കട്ടെ, ഞങ്ങൾ എന്നിട്ട് 5 കോടിയും 5 കോടി ഞങ്ങൾ വീതിച്ചെടുത്തിട്ട് എന്നിട്ട് നീ പാർട്ട്ണർ ആയിക്കോ. അപ്പം പിന്നെ എനിക്കതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ വല്ല അസറ്റ്സുകൾ എന്ത് ചെയ്യും, അവർ റീവാല്യൂ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, എന്നെ കേട്ടുള്ളൂ, എൻ്റർ ചെയ്യും. ഇതേപോലെ തന്നെ ലാബിലിറ്റി, ഓല് 2 കോടിൻ്റെ ലാബിലിറ്റി ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടാൽ പാർട്ട്ണർ ആയിക്കോരണം. ഞാൻ പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ ആ 2 കോടിൻ്റെ ലാബിലിറ്റി ഞാനും കൂടി പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, വീട്ടേണ്ടി വരും. അപ്പം ഞാൻ അവരോട് പറയും ലാബിലിറ്റി അവിടെ നിൽക്കട്ടെ, എനിക്ക് നിങ്ങൾ അസറ്റിൻ്റെ ഏതായാലും റീവാല്യൂഷൻ മീൻസ് തരൂല, അതുകൊണ്ട് തന്നെ ആ ലാബിലിറ്റി ആദ്യം നിങ്ങളാണ്ട് വീതിച്ചെടുത്തോളി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണുള്ളൂ, കയറി വരുന്നുള്ളൂ, ഞാൻ ആ ലാബിലിറ്റി ഏറ്റെടുക്കില്ല. സോ ദിസ് ഇസ് കോൾഡ് വാട്ട്, റീവാല്യൂഷൻ. അപ്പോൾ നമ്മുടെ അസറ്റ്സും ലാബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, റീവാല്യൂ ചെയ്യണം. ഇനി നെക്സ്റ്റ് വണ്ണാണ് അടുത്തത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? റെക്കോർഡിംഗ് ഓഫ് ക്യാപിറ്റൽ, പിന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ, നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾഡ് പ്രോഫിറ്റ് റിസർവ്സ് എക്സെട്ര. പണ്ട് അവർക്ക് 10 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ 8 രൂപ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ബാക്കി 2 രൂപ അത് ബിസിനസ്സിൽ അവരിങ്ങനെ വെച്ചു. അപ്പം എന്നെ കയറ്റി കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോഫിറ്റ് എനിക്ക് അവർ തരേണ്ടി വരും. അപ്പം ആ പ്രോഫിറ്റ് അവർ പറയുന്നത്, നീ കയറി വരല്ലേ, ഞങ്ങൾ ആദ്യം ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നീ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നാൽ മതി. ഓക്കെ. സോ അപ്പോൾ പഴയ പ്രോഫിറ്റ്സ് റിസർവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കണം. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് മേ ബി ചിലപ്പോൾ നമ്മുടെ റേഷ്യോ പ്രകാരം ആയിക്കൊള്ളണമെന്നില്ല നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിനെ കൺവേർട്ട് ചെയ്യുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ 3 സ്റ്റെപ്സുകൾ, ഈ ഓർഡർലി സ്റ്റെപ്സ് നമ്മളെ മൈൻഡിൽ ഓർമ്മ ഉണ്ടാവണം. റെക്കോർഡിംഗ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ന്യൂ പാർട്ട്ണർ, then calculation of new profit share ratio, calculating sacrificing ratio, treatment of goodwill, revaluation of assets and liabilities, then distribution of old profit reserves etc., and adjustment of capital account.